തിരുവനന്തപുരം CPI ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും CPM-നും രൂക്ഷ വിമർശനം. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു, നിലപാടുകളിൽ CPM വെള്ളം ചേർക്കുന്നു, എല്ലാ മേഖലകളിലും CPI-യെ താഴ്ത്തിക്കെട്ടുന്നുവെന്നും വിമർശനം. കൃഷി വകുപ്പിനെതിരെയും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, സർക്കാരിനെതിരെയും CPM-നെതിരെയും പൊതുവായിട്ടുള്ള വിമർശനമാണോ അതോ വിഷയങ്ങളെ മുൻനിർത്തിയുള്ള വിമർശനമാണോ ഉണ്ടായത്? CPI ഏതെല്ലാം മേഖലയിലാണ് താഴ്ത്തിക്കെട്ടുന്നതെന്നാണ് ഇപ്പോൾ അതിനകത്ത് പ്രവർത്തകർ പറയുന്നത്? അവരുടെ വികാരം എന്താണ്? ഒരു പൊതുവായ വിമർശനം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കടന്ന് വിഷയാധിഷ്ഠിതമായിട്ടുള്ള വിമർശനങ്ങൾ എന്ന് വേണം നമുക്കതിനെ കണ്ടെടുക്കാൻ. അത് വിവിധ വിഷയങ്ങളിൽ CPM CPI-യോട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ, സർക്കാരിന്റെ നയസമീപനം തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. രാവിലെ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച ഉച്ചയോടുകൂടി പൂർത്തിയായിരുന്നു. ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം ഇപ്പോൾ പൊതുചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പൊതുചർച്ചയിലാണ് സർക്കാരിനും CPM-നും എതിരായ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. പ്രധാനപ്പെട്ട വിമർശനം, ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം, സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനമായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇടത് സർക്കാരിനെ പോലെയല്ല പല തീരുമാനങ്ങളും ഈ സർക്കാർ എടുക്കുന്നത്, രണ്ടാം പിണറായി സർക്കാർ എടുക്കുന്നത് എന്നാണ് ജില്ലാ സമ്മേളനത്തിലെ ചില പ്രതിനിധികൾ പറഞ്ഞത്. പിന്നീട് ഉയർന്നു വന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ പോരാട്ടത്തിൽ CPM-ന് ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ചില അംഗങ്ങൾ പറഞ്ഞത്. നിലപാടുകളിൽ CPM വെള്ളം ചേർക്കുകയാണ്, CPM-ന്റെ വകുപ്പുകളിൽ അനധികൃതമായ നിയമനങ്ങൾ നടക്കുന്നു എന്ന ആരോപണം കൂടി ജില്ലാ സമ്മേളനത്തിൽ ഒരു പ്രതിനിധി പറയുകയുണ്ടായി. ഹോർട്ടികോപ്പ് എന്തിന് എന്ന ചോദ്യം ഒരു ജില്ലാ സമ്മേളന പ്രതിനിധി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കൃഷി വകുപ്പിനെതിരെയാണ് ആ വിമർശനം ഉയർന്നു വരുന്നത്. പൊതുവിപണിയേക്കാൾ വില കൂടുതലാണ് ഹോർട്ടികോർപ്പിൽ, പിന്നെ എങ്ങനെയാണ് ആ സ്ഥാപനം രക്ഷപ്പെടുന്നത് എന്നുള്ള ചോദ്യം ഒരംഗം ഉന്നയിക്കുകയുണ്ടായി. പിന്നീടുള്ളത് CPI എല്ലാ മേഖലകളിലും CPM താഴ്ത്തിക്കെട്ടുന്നു എന്നുള്ളതാണ്. ഒരു വല്യേട്ടൻ സ്വഭാവം CPM-നുണ്ട് എന്നുള്ള വിമർശനം നേരത്തെ പല സമ്മേളനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിലെ സമ്മേളനമല്ല, വർഷങ്ങളായി അത് കേൾക്കുകയാണ്. ഒരു വല്യേട്ട സ്വഭാവം CPM-നുണ്ട് എന്നുള്ളത് അത് ഈ ജില്ലാ സമ്മേളനത്തിലും ഉയർന്നു വരികയാണ്. എല്ലാ മേഖലകളിലും CPM CPI-യെ താഴ്ത്തിക്കെട്ടുകയാണ്. വലിയ പാർട്ടി എന്ന രീതിയിലാണ് CPM-ന്റെ പ്രവർത്തനമുള്ളത്. CPI വകുപ്പുകളോട് അവഗണനയാണ് സംസ്ഥാന സർക്കാരിലെ ചില വകുപ്പുകൾ, ധനകാര്യ വകുപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ പേരെടുത്ത് പക്ഷെ പറയുന്നില്ല, അവഗണനയാണ് നൽകുന്നത്. സിവിൽ സപ്ലൈസ് വകുപ്പിനോട് കടുത്ത അവഗണന നടത്തുന്നുണ്ട് എന്നുള്ള വിമർശനം കൂടി ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയായി. വൈകുന്നേരത്തോടു കൂടി 7 മണിയോടുകൂടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. രാത്രി പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച കഴിഞ്ഞ് നാളെ രാവിലെയാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള CPI-യുടെ തന്നെ P. പ്രസാദിന്റെ കൃഷി വകുപ്പിനെതിരെയും സമ്മേളനത്തിനകത്ത് വിമർശനം ഉയർന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൃഷി വകുപ്പിനെതിരെയുള്ള പരാതി? സാധാരണഗതിയിൽ എല്ലാ വകുപ്പിലും ഈ സമ്മേളനങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ സമ്മേളനം, കഴിഞ്ഞ 3 വർഷം മുമ്പ് നടന്ന സമ്മേളനങ്ങളുടെ ഒരു സ്വഭാവം എടുത്താൽ CPI വകുപ്പുകളെ ഇഴകീറി പരിശോധിക്കുന്ന ഒരു സ്വഭാവം കണ്ടിരുന്നു. പക്ഷേ ഈ സമ്മേളനങ്ങൾ, ഇപ്പോൾ 11ാമത്തെ ജില്ലാ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഈ ജില്ലാ സമ്മേളനങ്ങളിൽ അങ്ങനെ ഒരു ഇഴകീറി പരിശോധന CPI-യുടെ വകുപ്പുകളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കൃഷി വകുപ്പിനെതിരായ വിമർശനം ഈ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഇന്നും നാളെയുമായി നടക്കുന്ന ബാക്കി ചർച്ചകളിൽ മറ്റു വകുപ്പുകൾക്കെതിരെ വിമർശനം വരുമോ എന്നറിയില്ല. കൃഷി വകുപ്പിനെതിരെ ഉയർന്നു വന്ന വിമർശനം, ഈ വിലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ കൃഷി വകുപ്പിന് കഴിയുന്നില്ല. ഹോർട്ടികോർപ്പിൽ പൊതുവിപണിയേക്കാൾ സാധനങ്ങൾക്ക് വില കൂടുതലാണ്, പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നത്? പൊതുവിപണിയേക്കാൾ സാധനങ്ങൾ വില കുറച്ച് നൽകിയാലല്ലേ ആ സ്ഥാപനം രക്ഷപ്പെടൂ എന്നുള്ള ചോദ്യം ചില അംഗങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. സ്വാഭാവികമായിട്ടും നാളെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. വിമർശനങ്ങൾക്ക് അദ്ദേഹം ഒരുപക്ഷെ മറുപടി നൽകും. അല്ലെങ്കിൽ നാളെ വൈകിട്ട് നടക്കുന്ന ഈ 2 ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള മറുപടിയിൽ ഇതിനുള്ള മറുപടി കൂടി, മന്ത്രിയുടെ അടക്കം മറുപടി കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൈഫുദ്ദീൻ, ശരി. എന്തായാലും CPI-യുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനമാണ് CPM-നെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും ഉണ്ടാകുന്നത്. CPM-ന് വല്യേട്ടൻ മനോഭാവമാണിത്. കാലങ്ങളായി പല സമ്മേളനങ്ങളിലായി പ്രവർത്തകരുടെ ഒരു വിമർശനമായി ഉയർന്നു വരാറുള്ളതാണ്. ഇക്കുറിയും ആവർത്തിക്കുന്നു എന്ന് മാത്രം.